ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ഒരുപാട് ഹിറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഫ്രം ഹിസ് വെരി ഫസ്റ്റ് മൂവി ടിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന മൂവി വരെ ഒരു എത്ര മിക്ക മൂവീസും ആസ് എൻ എല്ലാ മൂവീസും ഹിറ്റ്സ് ആണെന്ന് പറയാം. 1-2 മൂവീസ് മാത്രമാണ് അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത്. പക്ഷെ എല്ലാ മൂവീസും അത്രയും ശ്രദ്ധിക്കപ്പെട്ട് അത്രയും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അത്രയും എക്സ്പോഷർ എല്ലാം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ പറയാൻ ആളല്ല. നല്ല സൂപ്പർ പഴം 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 മുല്ലയില് ലാൽ സാർ എനിക്ക് എല്ലാം പറഞ്ഞു തരായിരുന്നു. ആസ് എൻ മുല്ലയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ക്രെഡിറ്റ് ലാൽ സാറിന് പോകേണ്ടതാണ്. എല്ലാം വന്നിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് ലാൽ സാർ അത് കാണിച്ചു തന്ന് ഞാനത് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലാൽ സാറിനെ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയായിരുന്നു ഞാൻ. പിന്നെ എല്ലാം ഇപ്പോൾ ഒരു സീൻ എടുക്കുമ്പോൾ ഒരു ലാൽ സാർ പറയും ഇപ്പോൾ എടുക്കാൻ പോണതൊരു ഈ സീനിൻ്റെ ഒരു ചെറിയ ഷോട്ടാണ്, ആ ഷോട്ട് നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ട്രോളി ഷോട്ടാണ്, ഇത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ക്രെയിൻ്റെ മുകളിൽ വെക്കും, ഇത് കഴിഞ്ഞാൽ ജിബ് വരും. ഇതെല്ലാം ലാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് എന്താ പറയുക, ഒരു പക്ക ഒരു സ്കൂൾ ഗോയിങ് ഗേൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ 40 ഫീറ്റ് ക്രെയിനൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്. വിപിൻ സാർ എന്നിട്ട് അന്ന് രാത്രി ആയിരുന്നു അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നത്. രാത്രി 3 മണിക്ക് മറ്റാണ് ഷൂട്ടിങ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാശി കേട്ടിട്ട് വിപിൻ സാർ എന്നെ ആ 40 ഫീറ്റ് ക്രെയിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി കുറച്ചേരാ നീ മുകളിൽ തന്നെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നിയാസങ്ങളെല്ലാം എൻ്റെ ഫസ്റ്റ് മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ദിലീപേട്ടൻ എല്ലാവർക്കും അറിയാം, ജനപ്രിയ നായകനാണ് അല്ലേ, ജനങ്ങളുടെ നായകൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. ദിലീപേട്ടൻ്റെ വലിയൊരു ഫാനായിരുന്നു എൻ്റെ അനിയൻ. പണ്ട് ഏതൊരു ദിലീപേട്ടൻ്റെ ഏത് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും അവനത് മിസ്സാക്കാറില്ല, എല്ലാവരും കാണും. അത്രയും ഫാനായിരുന്നു ദിലീപേട്ടൻ്റെ. അതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിയുന്ന ഒരു എന്താ പറയുക, സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹീറോ ആയിരുന്നു ദിലീപേട്ടൻ. സോ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ ആദ്യമെല്ലാം ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയായിരുന്നു ദിലീപേട്ടൻ ജോളി ആയിരിക്കും എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ. ഇപ്പം വേറെ ആർക്കാണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ എനിക്കെന്തോ ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ദിലീപേട്ടൻ സപ്പോർട്ട് ചെയ്യുമായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടൻ അതേപോലെ തന്നെ സെറ്റിൽ വളരെ ജോബിയിലായിരുന്നു. ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞിട്ട് സോങ്ങിൻ്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ എടുത്ത് ശ്രദ്ധിച്ച കനലുകളാടിയാന്ന് പറഞ്ഞ പാട്ടിലൊക്കെ ഞങ്ങൾ ഒരുപാടൊന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. ദിലീപേട്ടൻ ഇങ്ങനെ സംസാരിച്ചിട്ട് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ രസമായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഫുൾ. പിന്നെ തെറ്റ് കണ്ടാൽ അത് പറഞ്ഞു തരുകയും ചെയ്യായിരുന്നു ദിലീപേട്ടൻ ആ ഒരു കാര്യത്തിലും. കാരണം ചിലവർ നല്ലത് മാത്രമേ പറഞ്ഞു തരുള്ളൂ, ചിലർ ചീത്ത പറഞ്ഞു തരില്ല. പക്ഷെ ദിലീപേട്ടൻ്റെ കാര്യത്തിൽ തെറ്റ് കണ്ട അപ്പം അത് പറഞ്ഞു തരുമായിരുന്നു. 2 പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ട് വരെ ഉണ്ട് ദിലീപേട്ടൻ. കുറച്ച് കോൺഷ്യസ് ആവണം, ഈ കുട്ടികളി വെച്ചിട്ട് ഇരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വേണ്ട